സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ 3D ഓർബിറ്റ് ആനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ്. സോ അതിനായിട്ട് ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യുക, പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 8 സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസാണ് കൊണ്ടുവരുന്നത്, ഫോട്ടോ ഐക്കോൺസ് ആണ് കൊണ്ടുവരുന്നത്. ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഐക്കോൺസ് യൂസ് ചെയ്യാം, നമ്പേഴ്സ് യൂസ് ചെയ്യാം, എന്തെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, ടെസ്റ്റ് യൂസ് ചെയ്യാം, അങ്ങനെ എന്തും നമുക്കിതിനെ റീപ്ലേസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനുള്ള സൈസ് ആക്കി വെച്ചിട്ട്. സോ ഫോട്ടോസൊക്കെ ഞാൻ പാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സർക്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഒരു സർക്കുലർ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യുക. ഈ 8 ഐക്കോൺസും ഈ ഒരു സർക്കിൾ ഷേപ്പിൻ്റെ ലെയറിൻ്റെ മേലിലോട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, സർക്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫില്ല് എംപ്റ്റി ആണ് കൊടുക്കുന്നത്. സ്ട്രോക്ക് മാത്രം ഒരു 2 or 3 നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുക. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂട്ടുന്നുണ്ട്. എന്നിട്ട് ഈ ഐക്കൺസൊക്കെ സ്ട്രോക്കിൻ്റെ മുകളിലോട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. 8 ഐക്കൺസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ 8 ഐക്കൺസും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു വിപ്പ് ടൂൾ എടുത്തിട്ട് ഷേപ്പ് ലെയറിലോട്ട് കണക്ട് ചെയ്യുക. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഷേപ്പ് ലെയറിലോട്ട് കണക്ട് ആയിട്ടുണ്ടാവും. അതേ അറിയണമെന്ന് വെച്ചാൽ ജസ്റ്റ് 6 ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ലിങ്ക് ആയിട്ടുണ്ട്. സോ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് ക്യാമറ ലെയർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഒരു ക്യാമറ ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 1 തൊട്ട് 8 വരെയുള്ള ലെയറും സെലക്ട് ചെയ്യുക, ഷേപ്പ് ലെയറും സെലക്ട് ചെയ്തിട്ട് 3Dയിലോട്ട് കൊണ്ടുവരണം. സോ 3Dയിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ഒരു ഈ റെഡ്, ബ്ലൂ, ഗ്രീൻ ഈ ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ടാവും. നമുക്കിങ്ങനെ ചരിച്ചും തിരിച്ചും ഒരു 3D ലെയറിലോട്ട് വന്നിട്ടുണ്ട്. അത് ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തിട്ട് R അമർത്തണം. നമുക്കിതിനെ ഒരു 3D, ഞാൻ ഇൻട്രോയിൽ കാണിച്ച പോലെ ഒരു 3D ഫീല് തോന്നിപ്പിക്കണമെങ്കിൽ നമുക്ക് ഓറിയൻറ്റേഷനിൽ പോയിട്ട് എക്സ് ആക്സിസ് ഒന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഒന്ന് ചരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഐക്കൺസൊക്കെ ചരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഈ ഐക്കൺസ് സ്ട്രെയിറ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ 8 ലെയറും സെലക്ട് ചെയ്യുക. ആ ഇമേജസ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അമർത്തുക. ലെയറിൻ്റെ മുകളിലോട്ട് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് ട്രാൻസ്ഫോം അമർത്തുക. അതിൽ ഓട്ടോ ഓറിയൻറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോ ഓറിയൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓറിയൻറ്റ് ടുവേർഡ്സ് ക്യാമറ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഐക്കൺസൊക്കെ നമ്മുടെ നേരെ വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ആ ഒരു എന്താ സ്ട്രോക്ക് ഫോട്ടോസിൻ്റെ മുകളിലോട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് 8 ലെയർ ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ പൊസിഷനിലോട്ട് ഒന്ന് മുകളിലോട്ടാക്കി കൊടുക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫേസ് കവറാവാത്ത രീതിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. സോ നമുക്ക് ഇതിലോട്ട് ആനിമേഷൻ കൊടുക്കണം. ആനിമേഷൻ നമ്മൾ ആ ഒരു 3D കറങ്ങിയിട്ട് ഈ ഒരു ഫ്രെയിമിലോട്ട് വന്ന് നിൽക്കുന്ന പോലെയാണ് ആനിമേഷൻ കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൽ സ്കെയിലിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതേപോലെ റൊട്ടേഷനിൽ Z ആക്സിസിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. റൊട്ടേഷൻ വരണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തിട്ട് R അമർത്തിയാൽ മതി. R അമർത്തി കഴിഞ്ഞാൽ റൊട്ടേഷനും എല്ലാ ആക്സിസിലോട്ടുള്ള റൊട്ടേഷൻ വരും. അതിൽ Z ആക്സിസിലാണ് നമ്മൾ റൊട്ടേഷനിൽ കീ ഫ്രെയിം ആഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത കീ ഫ്രെയിം വരണമെന്നുണ്ടെങ്കിൽ ഈ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്തിട്ട് U അമർത്തി കഴിഞ്ഞാൽ ആ കീ ഫ്രെയിം ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇനി നമ്മൾ സെറ്റ് ചെയ്ത കീ ഫ്രെയിം കുറച്ചൊന്ന് നീട്ടി വയ്ക്കുക. കുറച്ച് നീട്ടി വെച്ചിട്ട് ഇനി നമ്മൾ സ്കെയില് കുറച്ചൊന്ന് കൂട്ടാം. ഇവിടുന്ന് വരുന്ന രീതിയിൽ സെറ്റാക്കാം. അതേപോലെ റൊട്ടേഷൻ നമുക്ക് -ഡിഗ്രിയാണ് കൊടുക്കേണ്ടത്. മൈനസിലോട്ട് ഒരു 180 ഡിഗ്രിയോളം സെറ്റ് ചെയ്യാം. സോ 180 ഡിഗ്രി മൈനസിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്കെയിലൊരു നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി വന്ന് നിൽക്കുന്ന പോലെ ഒരു ആനിമേഷൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ ആ ഒരു കറക്കം നല്ലപോലെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോഷൻ ബ്ലർ ആഡ് ചെയ്യാം. മോഷൻ ബ്ലർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 8 ഇമേജസും സെലക്ട് ചെയ്യുക. അതിൽ ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, ഈ ഒരു ഐക്കൺ ക്ലിക്ക് ആയിക്കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു മോഷൻ ബ്ലർ അപ്ലൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ കറങ്ങി വരുന്നത് നല്ല രീതിയിൽ അറിയാൻ പറ്റും. സോ ഇതാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 3D ഓർബിറ്റ് ആനിമേഷൻ.
ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ വേറെ ചേഞ്ചസ് വരുത്താം, ഐക്കൺസിൽ ചേഞ്ചസ് വരുത്താം, പിന്നെ അതേപോലെ നമുക്ക് ഷാഡോസ് അപ്ലൈ ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്ത് ട്രൈ ഔട്ട് ചെയ്യാം. സോ ദിസ് ഈസ് അവർ 3D ഓർബിറ്റ് ആനിമേഷൻ. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് സോളിഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വൈറ്റിൽ ഒരു ഗ്രേ ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഇടയിൽ ടെസ്റ്റ് വയ്ക്കണമെങ്കിൽ ടെസ്റ്റ് വയ്ക്കാം, മറ്റ് വേറെ ആനിമേഷനൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് സെറ്റാകാം. സോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.